അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്രമുഖ സ്വഹാബികൾ അള്ളാഹുവിൻ്റെ റസൂലിനോടൊപ്പം എല്ലാ സുഖ ദുഃഖങ്ങളിലും ഒരുപോലെ പങ്കെടുക്കാൻ കഴിഞ്ഞ മഹത്തുക്കൾ. അവരിൽപ്പെട്ട ഒരു പ്രമുഖ സഹാബി അബ്ദുല്ലാഹി ബിൻ റവാഹ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ ചരിത്രമാണ് ഈ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നത്. സശ്രദ്ധം കേട്ട ശേഷം സഹാബത്ത് ദീനിനു വേണ്ടി എന്തൊക്കെയാണ് ചെയ്തത് എന്നും അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എങ്ങനെയാണ് മാർഗദർശനം നൽകിയത് എന്നും നമുക്ക് വിലയിരുത്താൻ കഴിയും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. മക്കയിലെ ഒരു ഉയർന്ന പ്രദേശത്ത് ഖുറൈശികളുടെ കണ്ണിൽ നിന്നകലെ മദീനയിൽ നിന്ന് വന്ന 12 പേരടങ്ങിയ ഒരു നിവേദക സംഘം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ഒരു കരാറിൽ ഏർപ്പെട്ടു. ഒന്നാം അഖബ ഉടമ്പടി എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ സംഭവം ഇസ്ലാമിൻ്റെ വിജയയാത്രയിൽ വലിയ ഒരു നാഴികക്കല്ല് തന്നെയായിരുന്നു. പിന്നെ അങ്ങോട്ട് ഇസ്ലാമിൻ്റെ വളർച്ചയ്ക്ക് വളക്കൂർ നൽകിയ മദീനയിലേക്ക് അതിൻ്റെ പതാക വഹിച്ചുകൊണ്ട് മടങ്ങിയ ആ 12 പേരിൽ ഒരു പ്രമുഖനായിരുന്നു അബ്ദുല്ലാഹി ബിൻ റവാഹ റളിയല്ലാഹു അൻഹു. അടുത്ത വർഷം മദീനയിൽ നിന്നൊരു സംഘം മക്കയിൽ വരികയും രണ്ടാം അഖബ ഉടമ്പടി നടത്തുകയും ചെയ്തു. അവർ 70 പേരുണ്ടായിരുന്നു. അക്കൂട്ടത്തിലും അദ്ദേഹം പങ്കെടുത്തിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹിജ്റയ്ക്ക് ശേഷം ഇസ്ലാമിൻ്റെ സംസ്ഥാപനത്തിന് വേണ്ടി അദ്ദേഹം വരിച്ച ത്യാഗം അവർണ്ണനീയമാണ്. മദീനയിൽ കപടവിശ്വാസികളായ മുനാഫിക്കുകളുടെ നേതാവായിരുന്നു അബ്ദുല്ലാഹി ബിൻ ഉബയ്യ്. അയാളുടെ കുതന്ത്രങ്ങൾക്ക് നേരെ അദ്ദേഹം സദാ ജാഗരൂകനായിക്കൊണ്ടിരുന്നു. മദീന നിവാസികൾ അവിടെ ഇസ്ലാം വരുന്നതിന് മുമ്പ് ഭരണാധികാരിയായി വാഴിക്കാൻ തീരുമാനിച്ച മനുഷ്യനായിരുന്നു ഈ പറയപ്പെട്ട അബ്ദുല്ലാഹി ബിൻ ഉബയ്യ് എന്ന് പറയുന്ന ആൾ. അപ്പോൾ ഇയാളെ എല്ലാവരും ഒരു സർവ്വസമ്മതനായിക്കൊണ്ട് അവിടെ ഒരു ഭരണാധികാരിയായി വാഴിക്കാൻ തീരുമാനിച്ചപ്പോഴാണ് ഇങ്ങനെ മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നിട്ടുണ്ടെന്നും ദീനി പ്രചരണം നടത്തുന്നുണ്ടെന്നൊക്കെ ഈ വിവരം മദീനക്കാരറിയുന്നു. അഖബ ഉടമ്പടി നടത്തുന്നു. ആളുകൾ കൂട്ടം കൂട്ടായിട്ട് മക്കയിൽ പോയി നബിയെ ബയ്യത്ത് ചെയ്യുന്നു. നബീനെ മദീനയിലേക്ക് ക്ഷണിക്കുന്നു. നബി വരുന്നു, ഹിജ്റ നടത്തുന്നു. ഇങ്ങനെ സംഭവിച്ചപ്പോൾ അതിൽ ഏറ്റവും വലിയ നഷ്ടം സംഭവിച്ച ആളായിരുന്നു ഈ അബ്ദുല്ലാഹി ബിൻ ഉബയ്യ് എന്ന് പറയുന്ന ആൾ. അയാൾ ഇസ്ലാമിൻ്റെ പരോക്ഷ ശത്രുവായി തീർന്നു. കാരണം പരോക്ഷമായിട്ടേ പറ്റുള്ളൂ, രഹസ്യമായിട്ടേ പറ്റുള്ളൂ. പിന്നെ പരസ്യമായിട്ട് ചെയ്താലും മദീനക്കാരെല്ലാവരും കൂടിയിട്ട് അവൻ്റെ പണി തീർക്കുമെന്ന് അവർക്കറിയായിരുന്നു. അങ്ങനെ ഇയാളെന്ത് ചെയ്തു എന്നറിയാം. അവസരം കിട്ടുമ്പോഴൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും ഇസ്ലാമിൻ്റെ പ്രവർത്തനങ്ങളെയും തുരങ്കം വെക്കാൻ അയാൾ ശ്രമിച്ചു. എന്നാൽ അയാളുടെ കുൽസിത പ്രവർത്തനങ്ങൾ പരാജയപ്പെടുത്തുന്നതിൽ അബ്ദുല്ലാഹി ബിൻ റവാഹ റളിയല്ലാഹു അൻഹു വഹിച്ച പങ്ക് നിസ്തുലമാണ്. വലിയ കവിയായിരുന്നു അദ്ദേഹം. ഒരുപാട് കവിതകൾ, സുന്ദരമായ കവിതകൾ അദ്ദേഹം ഇസ്ലാമിനെക്കുറിച്ചും നബിയെക്കുറിച്ചും എഴുതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൗതുകപൂർവ്വം അത് കേൾക്കുകയും വീണ്ടും വീണ്ടും ആവർത്തിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുമായിരുന്നു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബത്തും കൂടി ഇരിക്കുന്ന സമയത്ത് അബ്ദുല്ലാഹി ബിൻ റവാഹ റളിയല്ലാഹു അൻഹു കടന്നു വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ കവിത എഴുതുന്നതെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ അല്പനേരം ചിന്തിക്കും, പിന്നെ അങ്ങ് പാടുകയും ചെയ്യും. ഉടൻ തന്നെ അദ്ദേഹം ഹാഷിം സന്തതികളിൽ ഉത്തമരായവരെ അള്ളാഹു അങ്ങയെ മനുഷ്യ സമൂഹത്തിൽ ശ്രേഷ്ഠനാക്കിയിരിക്കുന്നു എന്ന് തുടങ്ങുന്ന ഏതാനും വരികൾ നബിയെ പാടിക്കേൽപ്പിക്കുകയാണ്. അത് കേട്ട് സന്തോഷത്തോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സദസ്സിൽ വെച്ച് തന്നെ അദ്ദേഹത്തിൻ്റെ ദീർഘായുസ്സിനും ആഫിയത്തിനും വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. പ്രസിദ്ധമായ ഉംറത്തുൽ ഖളാ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബികളും കൂടി ഉംറയ്ക്ക് പുറപ്പെട്ട് ഹുദൈബിയ സന്ധി പ്രകാരം തിരിച്ചുപോയി. അതിൻ്റെ പിറ്റേ വർഷം ഉംറ ചെയ്യാൻ വേണ്ടി വന്നല്ലോ. ആ ഉംറയ്ക്കാണ് ഉംറത്തുൽ ഖളാ എന്ന് പറയുന്നത്. ആ ഉംറത്തുൽ ഖളാൻ്റെ ഘട്ടത്തിൽ നബിയും സഹാബികളും കൂടി കഅബ തവാഫ് ചെയ്യുമ്പോൾ അദ്ദേഹം തൻ്റെ ഈരടികൾ ചൊല്ലിക്കൊണ്ടിരുന്നു. എന്താ അദ്ദേഹം പാടിയതിൻ്റെ അർത്ഥം എന്നറിയോ?
അതാ നീ ഞങ്ങൾക്ക് യഥാർത്ഥ സന്മാർഗം കാണിച്ചു തന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ നിസ്കരിക്കുകയോ ധർമ്മം ചെയ്യുകയോ ഇല്ലായിരുന്നു. ഞങ്ങൾ ശത്രുക്കളെ നേരിടുമ്പോൾ ഞങ്ങളുടെ പാദങ്ങളെ നീ ഉറപ്പിക്കുകയും ക്ഷമ നൽകുകയും ചെയ്യണമേ എന്നർത്ഥം വരുന്ന ബൈത്ത്. നല്ല രസികം ബൈത്താണ്. ദീർഘിപ്പിച്ചു പോകുമെന്ന് കരുതുന്നത് കൊണ്ട് ഞാനിവിടെ അറബിയിൽ പാടുന്നില്ല എന്ന് മാത്രം അതിൻ്റെ ആശയമാണ് പറഞ്ഞു തന്നത്. മറ്റ് സഹാബികൾ ഈ ബൈത്ത് ഏറ്റുചൊല്ലുകയും ചെയ്തു. അങ്ങനെ ഖുർആനിൽ ഒരായത്തിറങ്ങി. ആ ആയത്തിൻ്റെ അർത്ഥം കവികളെ പിന്തുടരുന്നവർ വഴിപിഴച്ചവരാകുന്നു. വശുവറാവു യത്തബിഹുമുൽ ഗാവൂൻ എന്ന ഖുർആൻ സൂക്തം അവതരിച്ചപ്പോൾ ഈ അബ്ദുല്ലാഹിബിൻ റവാഹ റളിയല്ലാഹു അൻഹു വലിയ ദുഃഖിതനായി. സത്യവിശ്വാസികളും സൽക്കർമ്മചാരികളും ദൈവസ്മരണയുള്ളവരുമായ നല്ല രചയിതാക്കളെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഖുർആനിലെ മറ്റൊരു പ്രഖ്യാപനത്തോടെയാണ് അദ്ദേഹത്തിന് മനസ്സിനൊരു തണുപ്പ് കിട്ടിയത്. അദ്ദേഹം വിചാരിച്ചു, പഠിച്ചവനെ, ഞാൻ കവിയാണല്ലോ, ഞാൻ നരകത്തിലായി പോകുമെന്ന് അദ്ദേഹം ദുഃഖിച്ചു. പിന്നെ സത്യവിശ്വാസികളും സൽക്കർമ്മചാരികളുമായിട്ടുള്ള അല്ലെങ്കിൽ അള്ളാഹുവിനെ സ്മരിക്കുന്നവരുമായിട്ടുള്ള എഴുത്തുകാരെ ഇത് ബാധകമല്ല എന്ന രൂപത്തിൽ ഖുർആൻ ആയത്തിറങ്ങിയപ്പോൾ അദ്ദേഹത്തിന് സന്തോഷമായി. ഇസ്ലാമിൻ്റെ പ്രതിരോധത്തിൻ്റെ പടവാളായി യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങിയ സഹാബിമാരുടെ കൂടെ ബദറിലും ഉഹദിലും ഹുദൈബിയയിലും ഖൈബറിലും അദ്ദേഹം മുൻപന്തിയിൽ നിലകൊണ്ടു. യുദ്ധക്കളത്തിൽ സ്വന്തം ശരീരത്തോടായി അദ്ദേഹം എപ്പോഴും ഇങ്ങനെ പാടുമായിരുന്നു: എൻ്റെ ശരീരമേ, നീ ഇവിടെ വെച്ച് പെട്ടിട്ടില്ലെങ്കിൽ മറ്റൊരിടത്ത് വെച്ച് മരിക്കേണ്ടി വരും. മരണം നിൻ്റെ ഏറ്റവും അടുത്താണ്. മൂത്തത്ത് യുദ്ധത്തിലെ 3 നായകരിൽ ഒരാളായിരുന്നു അദ്ദേഹം. മുസ്ലിം സൈന്യം മൂത്തത്തിലേക്ക് പുറപ്പെട്ടപ്പോൾ അവിടെയുണ്ടായിരുന്ന മുസ്ലിങ്ങൾ അവർക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചു: അല്ലാഹുവേ, നീ അവരെ സുരക്ഷിതരായി മടക്കണമേ. ഇത് കേട്ട അദ്ദേഹം പാടി: അല്ല, ഞാൻ അള്ളാഹുവിനോട് ചോദിക്കുന്നത് പാപമോചനവും ഭീകരനായ എതിരാളിയിൽ നിന്ന് രക്തം നിരനിരയായി ഒഴുകുന്നതും കുടൽമാലയും കരളും തുളഞ്ഞു കയറുന്നതുമായ ഒരു കുത്തുമാണ്. അങ്ങനെ എൻ്റെ ശവകുടീരത്തിൻ്റെ അരികിലൂടെ നടന്നു പോകുന്നവർ എൻ്റെ രക്തസാക്ഷിത്വത്തെ പ്രകീർത്തിക്കണം. അതാണ് എൻ്റെ ആഗ്രഹമെന്നാണ് അബ്ദുല്ലാഹിബിൻ റവാഹ എന്ന മഹാനായ സ്വഹാബി ഈ തനിക്ക് വേണ്ടി തിരിച്ചു വരണമെന്ന് പറഞ്ഞവരോട് ദുആ ചെയ്യാൻ പറഞ്ഞത്. തിരിച്ചു പറഞ്ഞത് അങ്ങനെയാണ്. മുൻ നായകന്മാരായ സെയ്ദ് ബിൻ ഹാരിസയും ജഅഫർ റളിയല്ലാഹു അൻഹു മുഅ്തത്തിൽ രക്തസാക്ഷികളായി. ഹിർക്കലിൻ്റെ ഭീകരമായ സൈന്യത്തിൻ്റെ പരാക്രമങ്ങൾക്ക് മുന്നിൽ മുസ്ലിം സൈന്യം നട്ടം തിരിഞ്ഞ ഘട്ടം. ജഅഫറിൻ്റെ നെഞ്ചിൽ ചാരിക്കിടക്കുന്ന പതാക ഇബ്നു റവാഹ വലതു കൈയിൽ പൊക്കിപ്പിടിച്ചു. ഒരേ ഒരു ലക്ഷ്യമായിരുന്നു ഉണ്ടായിരുന്നത്: എനിക്ക് ഷഹീദാകണം. അനന്തരം നിശ്ചലമായ ദൈവപ്രീതി അതുമാത്രം കാംക്ഷിച്ചുകൊണ്ട് അദ്ദേഹം യുദ്ധക്കളത്തിൽ പൊരുതി തൻ്റെ ശരീരത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ അതിനിടയിൽ പാടുന്നുണ്ടായിരുന്നു: ശരീരമേ, നീ യുദ്ധക്കളത്തിൽ ഇറങ്ങണം. ഞാൻ സത്യം ചെയ്യുന്നു, നീ സ്വർഗത്തെ വെറുക്കുന്നോ? നീ ഇവിടെ വെച്ച് വധിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ മറ്റൊരിടത്ത് വെച്ച് മരിക്കേണ്ടി വരും. മരണം ആസന്നമാണ്. അവരെ പോലെ നീയും പ്രവർത്തിച്ചാൽ, അതായത് സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹുവിനെയും ജഅഫർ റളിയല്ലാഹു അൻഹുവിനെയും ഉദ്ദേശിച്ചുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്. അവരെ പോലെ നീയും പ്രവർത്തിച്ചാൽ നിന്റെ ആഗ്രഹവും സഫലീകരിക്കും. രണാങ്കണത്തിൽ വിശ്രമമില്ലാതെ പൊരുതുന്നതിനിടയിൽ തൻ്റെ പിതൃവ്യപുത്രൻ ഒരു പൊരിച്ച മാംസകഷ്ണവുമായി അദ്ദേഹത്തെ സമീപിച്ചുകൊണ്ട് പറഞ്ഞു: ഇതാ, ഇത് ഭക്ഷിച്ച് വിശപ്പ് അടക്കൂ. എന്തൊരു അധ്വാനമാണ് താങ്കൾ ഇന്ന് നേരിട്ടത് എന്ന് പറഞ്ഞു. അദ്ദേഹം അത് വാങ്ങി തിന്നാൻ തുടങ്ങി. അപ്പോഴേക്കും യുദ്ധക്കളത്തിൽ നിന്നൊരു കോലാഹലം കേട്ടു. ഭക്ഷണം താഴെ വെച്ചു. വാളെടുത്തുകൊണ്ട് അദ്ദേഹം പാഞ്ഞു. പായുന്നതിനിടയിൽ അദ്ദേഹം പറയുന്നു: ഞാൻ ദുനിയാവിൻ്റെ കാര്യങ്ങളുമായി ഇനിയും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയോ? അദ്ദേഹം യുദ്ധക്കളത്തിലേക്ക് എടുത്തു ചാടി. അദ്ദേഹത്തിൻ്റെ അന്തിമ യുദ്ധം അതായിരുന്നു. അവിടെ വീണ് രക്തസാക്ഷിയാവുകയായിരുന്നു. സിറിയയിലെ ബൽക്കായിൽ ഈ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അനുയായികളും മദീനയിൽ നിന്ന് സംസാരിക്കുകയാണ്. പെട്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിണ്ടാതെയായി. ശാന്തനായി താഴേക്ക് നോക്കി. ദുഃഖം നീലിട്ട മുഖം ഉയർത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബാക്കളോട് പറഞ്ഞു: സഹാബാക്കളെ, അതാ സെയ്ദ് ബിൻ ഹാരിസ കൊടിപിടിച്ച് യുദ്ധം ചെയ്യുന്നു.
അദ്ദേഹം രക്തസാക്ഷിയായിത്തീർന്നു. അനന്തരം ജഅഫർ കൊടിയെടുത്തു. അദ്ദേഹവും യുദ്ധക്കളത്തിൽ മരിച്ചു വീണു. കുറച്ച് സമയം മൗനം അവലംബിച്ച ശേഷം അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, അബ്ദുല്ലാഹി ബിൻ റവാഹ കൊടി പിടിച്ചിരിക്കുന്നു. യുദ്ധക്കളത്തിലിറങ്ങി യുദ്ധം ചെയ്തു. അദ്ദേഹവും ഷഹീദായി. അവർ 3 പേരും സ്വർഗാരോഹണം ചെയ്തിരിക്കുന്നു. അള്ളാഹു അവർ 3 പേരെയും അനുഗ്രഹിക്കട്ടെ. ജന്നാത്തുൽ ഫിർദൗസിൽ അവരുടെ ദർജകൾ ഉയർത്തി കൊടുക്കട്ടെ. മഹാന്മാരോടൊപ്പം പാപികളായ നമ്മയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.